നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിലും യൂട്യൂബർ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള വീഡിയോ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ലൈറ്റാണ് ഗോഡോക്സിൻ്റെ ലിറ്റ്മോൻസ് സബ് ബ്രാൻഡിൽ വരുന്ന LP600R എന്ന് പറഞ്ഞ 60 വാട്ട്സിൻ്റെ ഈ ഒരു RGB ലൈറ്റ്. നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ അല്ലേ, ചുവന്ന ബോക്സിലൊക്കെയാണ് സാധനം വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇത് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് കേസിലാണ്. കണ്ടോ, ഇതിൻ്റെ ഡിസൈനൊക്കെ തന്നെ അടിപൊളി സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ലിറ്റ്മോൻസ് എന്നുള്ള ഒരു ബ്രാൻഡിങ് ഒക്കെ വരുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലിറ്റ്മോൻസ് ലൈറ്റ് വരുന്നുണ്ട്. വിത്ത് ബാൻഡോസ് ആണ് കേട്ടോ, 4-way ബാൻഡോറാണ്. അപ്പോൾ നമുക്കിത് ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ലൈറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബാൻഡോർ വരുന്നത്. ബാൻഡോർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നേരെ പാനലായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലൂമിനിയത്തിലാണ് വരുന്നത്. നമ്മൾ സിനിമാക്കാരൊക്കെ ലൈറ്റ് പോലെ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാറ്ററി NPF ബാറ്ററി ആഡ് ചെയ്യാനുള്ള 2 മൗണ്ട് ഉണ്ട്. ബാറ്ററിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ പവർ കൊടുത്തിട്ട് ഇതിൽ വരുന്ന പവർ കോഡ് ഉണ്ട്. ഈ പവർ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് പവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പവറൊക്കെ കൊടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെനുവും കാര്യങ്ങളും ലൈറ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ നമുക്ക് സ്ലീവ് വരുന്നത് 2-way ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതായത് നമുക്ക് നമ്മളെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നേരിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ വെർട്ടിക്കലും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സ്ലീവ് വരുന്നത്. എന്നിട്ട് നമുക്ക് നോബ് ടൈറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പാക്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നതും. നമുക്കിത് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് യോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ടൈറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പവർ ചെയ്ത് നോക്കാം. ബാൻഡോർ ഇവിടെ ഇരിക്കട്ടെ. പവർ ഞാൻ അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ NPF ബാറ്ററി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരു സെറ്റ് ചെയ്യാനുള്ള ഡയലും ബട്ടണും വരുന്നുണ്ട്, അതുപോലെ മോഡ് ബട്ടൺ വരുന്നുണ്ട്, മെനു വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ഇവിടെ നമുക്കൊരു LED ഒരു പാനലും വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന CCT, അതല്ലെങ്കിൽ നമ്മൾ RGB കളർ റേഞ്ച് എത്രയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ജെല്ല് ഉപയോഗിക്കുന്ന എഫക്റ്റൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ജെല്ലാണ് നമ്മൾ ഇടുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പവർ ബട്ടൺ വരുന്നത് ഇതിൻ്റെ ഈ സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്. ഇത് മിഡിൽ വെച്ച് കഴിഞ്ഞാൽ ഓഫാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യും. അത് നമ്മൾ റൈറ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പവർ ചെയ്ത പവറിനാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2% പവറിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ പവർ നോർമലി പവർ കൂട്ടാനും ആവശ്യമായിട്ടുള്ളൊരു നോബാണ്. ഈ നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ഇഷ്ടം പോലെ നമുക്ക് കൂട്ടാൻ പറ്റും. 100% പവറാണത്. 100% പവറിൽ LED പാനലിൽ അടിപൊളി ലൈറ്റാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. അപ്പോൾ 60 വാട്ട്സിൽ നമുക്ക് ഒരു യൂട്യൂബർ ആണെങ്കിലോ അതല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർ ഈ മേക്കപ്പ് ആർട്സിനൊക്കെ വേണമെങ്കിൽ ഗ്ലോനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഗ്ലോ എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ജെൽ എഫക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്കൊക്കെ നമുക്ക് വരാം. പിന്നെ ഇതിന് ഒരുപാട് മോഡുകളുണ്ട്. ഈ മോഡുകൾ നമുക്കിവിടെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് CCT മോഡ്, HSI മോഡ്, RGBW മോഡ്, ജെൽ മോഡ്, FX മോഡ്. അപ്പോൾ ഇത്രയും 5 മോഡുകൾ നമുക്കിത് മാറ്റിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമ്മൾ പോകുന്ന CCT മോഡിലേക്കാണെങ്കിൽ നമ്മൾ ഇത് വെറുതെ നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോഡുകളിലേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് CCT മോഡാണ്. CCT മോഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡാണ് CCT മോഡ്. നമുക്ക് ബാറ്ററി നമുക്കിതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കുകയായിരിക്കും ബെറ്റർ. അപ്പോൾ ഫസ്റ്റ് മോഡായിട്ടുള്ള CCT മോഡിലേക്കാണ് വന്നിട്ടുള്ളത്. CCT മോഡിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ CCTയിൽ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ CCT മോഡിൽ നമുക്കിവിടെ പവർ കൂട്ടാനും കുറക്കാനാണ് ആദ്യം നമ്മൾ ഈ ഒരു ഓപ്ഷൻ. നമുക്കൊരു കോളം വരും. ആ കോളത്തിൻ്റെ കളർ യെല്ലോക്ക് മാറിക്കഴിഞ്ഞാൽ എവിടെയാണ് എന്താണോ നമ്മൾ പവറിലാണെങ്കിൽ പവർ കൂട്ടാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ, ഇപ്പോൾ ടെമ്പറേച്ചർ എടുക്കുന്നത് 2000 Kയിലാണ് ടെമ്പറേച്ചർ കിടക്കുന്നത്. ഈ ടെമ്പറേച്ചർ മാറ്റണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ വരും. വൈറ്റ് ബോർഡറിലേക്ക് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിലേക്ക്, അതുപോലെ ഇതിൻ്റെ ഗ്രീൻ മെജന്ത നമുക്കതിൻ്റെ ആ ഒരു റേഞ്ച് മാറ്റാനൊക്കെ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് 2000 Kയിൽ കിടക്കുന്ന നമ്മുടെ ടെമ്പറേച്ചർ നമുക്കിത് 1800 വരെ കണ്ടാവും. വാമായിട്ടുള്ള ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് വാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വാമിലാണ് ഇപ്പോൾ കിടക്കുന്നത് 1800. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് കോൾഡ് ലൈറ്റിലേക്ക് വരുന്നെങ്കിൽ 10,000 വരെ കെൽവിനിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. 10,000 കെൽവിൻ എന്ന് പറഞ്ഞാൽ നല്ല കൂളായിട്ടുള്ള ബ്ലൂ ലൈറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. നോർമലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നോർമലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5600, 5500 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഡേ ലൈറ്റിൻ്റെ അതേ കാര്യത്തിൽ അതേ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ CCT മാറ്റുന്നത്. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞ് വൈറ്റിലേക്ക് പോയി ഗ്രീൻ മെജന്ത, നമുക്ക് ഇതിൻ്റെ ഗ്രീൻ മെജന്ത ടെമ്പറേച്ചറിൽ, അതായത് നമ്മൾ വൈറ്റ് ബാലൻസ് ഒക്കെ ക്യാമറയിൽ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീൻ മെജന്ത മാറ്റില്ലേ, അതുപോലെ പ്രൊഫഷണലായിട്ട് ലൈറ്റ് തന്നെ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ -50 കണ്ടോ, +50 മജന്തയും ഗ്രീനും നമുക്ക് മാറ്റാൻ പറ്റും. നോർമലി ഏറ്റവും ബെസ്റ്റ് നമുക്കത് 0 ഇട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മുകളിൽ പോയാൽ മതി.
പിന്നെ നമുക്ക് മോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു മോഡാണ് HSI മോഡ്. നമ്മുടെ ലൈറ്റിൻ്റെ ഹ്യൂ മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് അപ്പോഴാണ് നമുക്ക് 36,000 ടൈപ്പിൽ ഡിഫറെൻറ്റ് കളറിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുക. അത് ഞാൻ പ്രസ് ചെയ്തു. അതിൻ്റെ പവർ നമുക്കിവിടെ കൂട്ടാൻ പറ്റും. അതിനുശേഷം വൈറ്റിലേക്ക് മാറ്റി ഹ്യൂവിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടോ. ആദ്യം നമ്മൾ സാച്ചുറേഷനിൽ പോയിട്ട് സാച്ചുറേഷൻ കുറവാണ് കിടക്കുന്നത്. സാച്ചുറേഷൻ എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് സാച്ചുറേഷൻ കൊടുക്കണം. പിന്നെ കളറിൻ്റെ എഫക്റ്റ് വരെ എടുക്കുകയാണ്. അപ്പോൾ സാച്ചുറേഷൻ കൂട്ടി. ഇപ്പോൾ ഹ്യൂ കിടക്കുന്നത് 85-ലാണ്. ഈ ഹ്യൂവിൻ്റെ നമ്പർ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ കണ്ടാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലേക്ക് നമുക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഹെയർ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ കൊടുക്കണമെങ്കിൽ സൈഡിൽ നിന്ന് നമുക്ക് ആ ലൈറ്റൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പവർ ഇപ്പോൾ കിടക്കുന്നത് 20%-ലാണ്. 20% പവറിൽ കിടക്കണുള്ളൂ ഇപ്പോഴും. ആണ് ഇത്രയും ലൈറ്റ് വരുന്നുണ്ട് 20%-ലാണ്. അപ്പോൾ 100%-ൽ നല്ല ലൈറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. വീണ്ടും നമ്മൾ മോഡ് ബട്ടൺ മാറ്റി കഴിഞ്ഞാൽ RGW എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് എത്തും. RGWൻ്റെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ് ഇതിൻ്റെ അനുപാതം നമുക്ക് മാറ്റിയിട്ട് പ്രൊഫഷണൽ ലൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ ഈ ലൈറ്റിൽ വരുന്ന റെഡ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ റെഡ് കുറച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ കേട്ടോ ലൈറ്റിൽ ഒരു മാറ്റം വരും. ആ റെഡ് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ഗ്രീനും ബ്ലൂ ഒക്കെ നമുക്ക് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പിന് നമ്മൾ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഹൈലി പ്രൊഫഷണൽ ലൈറ്റിംഗ് സെറ്റപ്പിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു ലൈറ്റിൽ തന്നെ. ഇതിന് വില വരുന്നത് ഏകദേശം 12,000 സംതിങ് ഇതിൻ്റെ MRP കാണിക്കണമല്ലോ. അപ്പോൾ ഷോപ്പ് പോയി കഴിഞ്ഞാൽ എന്തായാലും അതിൽ കുറവിൽ നമുക്ക് നല്ല സാധനമായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടിപൊളി ലൈറ്റാണ്. ഗോഡോക്സ് ബ്രാൻഡുമാണ്. നമുക്കൊരു സർവീസും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. വാങ്ങുമ്പോൾ നിങ്ങൾ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കണം. കാരണം പല ബ്രാൻഡുകളും വാങ്ങി വിൽക്കുന്നുണ്ടാവും. പലരും അവിടെ നിന്നൊക്കെ വാങ്ങി ഗോഡോക്സ് വിൽക്കുന്നതാണ്. നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് കൊച്ചിയിൽ തന്നെ സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. RGW കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് കുറച്ചുകൂടി നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡാണ് ജെൽ മോഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ജെല്ലിലേക്ക് കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ജെൽ ഓരോ ജെല്ല് നമ്മൾ മാറ്റുന്നതനുസരിച്ചിട്ട് കണ്ടോ ഓരോ ജെല്ലുകൾ ഇടുന്നതനുസരിച്ചിട്ട് നമുക്ക് അത് മാറ്റി എടുക്കാൻ പറ്റും. അതുപോലെ 700 സീരീസ്, കോസ്മെറ്റിക് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജെൽ പേപ്പർ നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ഓരോ ജെല്ലും നമുക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കളർ നമ്മൾ ഇട്ട് കൊടുത്താൽ ആ എഫക്റ്റ് എന്താണോ വരുന്നത് ആ കളറിലെ ജെല്ല് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് എഫക്റ്റ് വരിക ആ എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജെൽ എഫക്റ്റ് എന്ന് പറഞ്ഞ മോഡ് വരുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജെല്ലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതിന് പകരം ജെല്ലൊന്നും ഇനി വാങ്ങണ്ട. ഈ ഒരു ബോർഡ് വാങ്ങി ഒരു ലൈറ്റ് ബോർഡ് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് FX മോഡാണ്. നമ്മൾ നോർമലി ഗോഡോക്സിൻ്റെ എല്ലാ ലൈറ്റിലുള്ള പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫയർ പറഞ്ഞിട്ടുള്ള ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടല്ലോ. അതുപോലെ പോലീസ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഫക്റ്റുകൾ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് അതിൽ നിന്ന് നമ്മൾ നോർമലി നിങ്ങൾ ഗോഡോക്സിൻ്റെ ലൈറ്റ് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന അതുപോലുള്ള ഒരുപാട് 16 പ്രീസെറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. കളറിൻ്റെ ആണോ റെഡ് മാത്രമാക്കാം, ബ്ലൂ മാത്രമാക്കാം, ബ്ലൂവും വൈറ്റും ആക്കാം, ബ്ലൂവും വെള്ള ആക്കാം. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ SOS ഇപ്പോൾ നമ്മളൊരു ഫയറിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന മാതിരി വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കണ്ട അപ്പോൾ അതൊക്കെ നമ്മളെ ഫേസിലെ എഫക്റ്റ് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫക്റ്റുകളുണ്ട്. അപ്പോൾ ആ എഫക്റ്റുകളൊക്കെ നമുക്ക് മാറ്റി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് എഫക്റ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്കിതിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വേറൊരു ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടും ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേറെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കാര്യമില്ലെങ്കിൽ നമ്മളെ ബ്ലൂടൂത്ത് നമ്മളെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ നമുക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാമല്ലോ ക്യാമറയിൽ. അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ബ്ലൂടൂത്തിലും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ അടിപൊളിയായിട്ടുള്ള പാനലാണ്. ഇത്രയും വലിയൊരു പാനലിന് ലൈറ്റ് വരാണെങ്കിൽ തന്നെ ശരിക്കും നമുക്ക് വേറെ സോഫ്റ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോൾ സോഫ്റ്റ് ബോക്സ് ഇതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇതുപോലത്തെ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വീഡിയോയും വ്ളോഗിങ്ങും കണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യാൻ പോവുകയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം മറ്റേ നമ്മളൊരു സോഫ്റ്റ് ബോക്സ് ഒരു ലൈറ്റ് അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ട. ഇതിൻ്റെ സോഫ്റ്റ് ബോക്സ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പുറത്ത് നമുക്ക് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാനും പറ്റും, പവറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി ലൈറ്റാണ്. പിന്നെ ഇതിന് ബാൻഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 4-way ബാൻഡോറാണ് വരുന്നത്. നമുക്ക് ബാൻഡോർ ആവശ്യമുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ബാൻഡോർ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച്മെൻ്റ് ആയി. അപ്പോൾ നമുക്ക് കൺട്രോൾ ആയിട്ടുള്ള ലൈറ്റ് ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കളർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാൻഡോർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള ലൈറ്റിങ്ങും പ്രത്യേകം ഇങ്ങനെ നമുക്കൊരു സ്ലൈഡ് പോലെ ലൈറ്റൊക്കെ വരുന്നെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ബാൻഡോർ വരുന്നത്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ ബാൻഡോർ നമുക്ക്
ഇതിൽ നിന്ന് മുകളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂടൂത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഗോഡോക്സ് ലൈറ്റ് ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണും ഓഫൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ലൈറ്റും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ പവർ നമ്മൾ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ 50% കാരണം എൻ്റെ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2% ലൈറ്റിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ വേറെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഏകദേശം 10% വെച്ചിട്ടുണ്ട്. ഇത് 2%ലാണ് നമ്മൾ ലൈറ്റ് വെച്ചിട്ടുള്ളത്, അടുത്തത് കൂടിയാണ്. അപ്പോൾ ഇതിൽ ഇൻറ്റൻസിറ്റി നമുക്ക് ആദ്യം നമ്മൾ മാറ്റി. അതുപോലെ നമുക്ക് ഇതിൻ്റെ വാം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രീസെറ്റ് ചെയ്ത കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വാമും കൂളൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ പറ്റും ഓരോ പ്രീസെറ്റ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലൈൻ ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത്രയും വാമിലേക്ക് 1800 വന്നു. അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റും. ഡേ ലൈറ്റിലാണെങ്കിൽ 5600K ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഈസി ആയിട്ട് കുറക്കാൻ പറ്റും. അതുപോലെ കളറുകൾ നമുക്ക് മാറ്റണമെങ്കിൽ ഒരു കളർ പാലറ്റ് വരുന്നുണ്ട്. പ്രീസെറ്റ് കളറുകൾ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ്, ഗ്രീന് എന്നൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളറുകൾ തന്നെ കിട്ടും. അതെല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ കളർ മാറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കളർ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ RGBക്ക് പോകണമെങ്കിൽ നമുക്ക് RGB നേരത്തെ കാണിച്ച RGBയുടെ പവർ നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റും. കളർ ഫിൽറ്ററുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫിൽറ്ററിൻ്റെ ഇത്രയും ലിസ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ കളർ ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്ററിൻ്റെ ലിസ്റ്റ്, ആ ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ ഫിൽറ്ററാണോ നമ്മൾ ആഡ് ചെയ്തത് ആ കളർ ഫിൽറ്ററിൻ്റെ എഫക്റ്റ് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് കുറേ ഫിൽറ്ററുകൾ വാങ്ങി അതിൽ ആഡ് ചെയ്ത് ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിൽറ്റർ ആഡ് ചെയ്യും വേണ്ട, ഫിൽറ്റർ കളഞ്ഞു പോകുന്ന പ്രശ്നങ്ങളുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് വരുന്നത്. അതുപോലെ എഫക്ട്സിലേക്ക് ഞാൻ പറഞ്ഞ എഫക്ട്സ്, ഫ്ലാഷ് ആണെങ്കിൽ ഫ്ലാഷിൻ്റെ എഫക്ട്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷ് അടിക്കുന്ന പോലെ തന്നെ വരും. ഇത് ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഫ്ലാഷ് എഫക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്രോക്കൺ ബൾബ് എന്ന് പറഞ്ഞിട്ട് ഈ ഹൊറർ ഫിലിമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല, ബൾബ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോണ മാതിരത്തെ സീനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഫക്റ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പോലീസ് കാർ, അതുപോലെ SOS, അതിൻ്റെ കളർ മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റിൽ എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലത്തെ എഫക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ മെനുവിൽ പോയിട്ട് നോബ് തിരിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് അവിടെ ചുറ്റി ഇവിടെ നിന്ന് ഞെക്കി അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. കൺഫ്യൂഷനില്ല, സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ഇത് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള 5, 8, 10 ലൈറ്റുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ലൈറ്റും കൂടിയാണിത്. അപ്പോൾ ഞാൻ എഫക്റ്റ് മോഡിലാണ് കിടക്കുന്നത്. എഫക്റ്റ് മോഡിൽ നിന്ന് വീണ്ടും ഞാൻ തിരിച്ചു വന്നു, CCT മോഡിലേക്ക് വന്നു. 5600 കെൽവിൻ നോർമലി നമുക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ഡേ ലൈറ്റിൻ്റെ കെൽവിനിലേക്ക് കൊണ്ടുവന്നു. വാമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാമക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റിയും ഔട്ട്പുട്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ പ്രൈസിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പോക്കറ്റ് കീറാതെ അടിപൊളിയായിട്ടുള്ള കണ്ടൻറ് ക്രിയേഷനിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലൈറ്റാണ്. ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടെ പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ അടിപൊളിയായിട്ടുള്ള ബാൻഡോസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈറ്റാണ് ഗോഡോക്സിൻ്റെ LP600R. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്കൊക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് മറ്റ് ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയുടെ ക്വാളിറ്റി കിടക്കുന്നത് നമ്മൾ ക്യാമറ വാങ്ങിയോണ്ട് മാത്രമല്ല, ലൈറ്റിംഗ് എഫക്റ്റുകളും ലൈറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അഗൈൻ. ലവ് യു ഓൾ.